കർത്താവിനെ കൂടുതലായി അറിയുക, യേശു നമ്മുടെ ഉള്ളിൽ വളരുക എന്നത് മാത്രമാണ്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എക്സൽ മീഡിയ ഇന്നത്തെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുവാനായി എടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം യാക്കോബ് അപ്പോസ്തലൻ എഴുതിയ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായമാണ്. പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെ പറ്റി വളരെ വിശദമായി തന്നെ ഈ അധ്യായങ്ങളിൽ, ഈ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒരു ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ച് തൻ്റെ പ്രായോഗിക ക്രിസ്തീയ ജീവിതം അത് വളരെ പ്രാധാന്യമുള്ളതാണ്. നാം ഒരു സഭയുടെ അംഗമായിരിക്കുന്നതോടൊപ്പം തന്നെ വലിയൊരു സമൂഹത്തിൻ്റെ ഭാഗം കൂടെയാണ്. നമ്മുടെ നല്ല പ്രവർത്തികൾ കണ്ടിട്ട് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പാകെ വെളിപ്പെടണം, പ്രകാശിക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്കുകൾ നമുക്ക് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഈ ഭൂമിയുടെ ഉപ്പായി ലോകത്തിന് വെളിച്ചമായി കർത്താവ് നമ്മെ നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഒരു എക്സ്ക്യൂസസ് പറയുവാനില്ല. നമ്മുടെ ജീവിതം അവരുടെ മുമ്പാകെ ശരിയായ രീതിയിൽ നമുക്ക് ജീവിച്ചേ മതിയാകുകയുള്ളൂ. അത് ശരിയായ നിലയിൽ വെളിപ്പെട്ടേ മതിയാകുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് 2 പ്രധാന കാര്യങ്ങൾ നമുക്ക് യാക്കോബിൻ്റെ ഈ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പ്രാരംഭത്തിൽ താൻ നാവിനെ കുറിച്ചും രണ്ടാമത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനത്തെ പറ്റിയും നമുക്ക് സംസാരിക്കുന്നത് പറയുന്നത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. നാവ് എപ്രകാരമാണ് നാം ഉപയോഗിക്കുന്നത്? കർത്താവിനെ സ്തുതിക്കുവാൻ ഉപയോഗിക്കുന്ന, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന, ദൈവിക വചനങ്ങൾ പറയുവാൻ ഉപയോഗിക്കുന്ന നാവ് കൊണ്ട് കർത്താവിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യനെ നമ്മൾ ശപിക്കുന്നവരാണോ, അവനെ അനുഗ്രഹിക്കുന്നവരാണോ നമ്മൾ? എപ്രകാരമാണ് നമ്മുടെ നാവിനെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ സഭയിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, നമ്മുടെ ഭവനങ്ങളാകട്ടെ, നാം എപ്രകാരമാണ് നാവിനെ ഉപയോഗിക്കുന്നത് എന്ന് വളരെ പ്രാധാന്യമുള്ളതാണ്. എങ്ങനെ നമുക്ക് നാവിനെ ശരിയായ രീതിയിൽ അല്ലെങ്കിൽ നല്ലതുപോലെ നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയും? നമുക്ക് മറ്റൊരു ഭാഗത്ത് നമുക്ക് വായിക്കുവാൻ കഴിയുന്നൊരു ഭാഗമുണ്ട്. നിങ്ങൾ കൃപയുടെ വാക്കുകൾ, ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ, പ്രത്യാശയുടെ വാക്കുകൾ, മറ്റുള്ളവരെ ആത്മാവിൽ ഉണർത്തുന്ന വാക്കുകൾ നമ്മൾ സംസാരിക്കുന്നവരായി തീരണം. ആത്മാവിൽ ശക്തീകരിക്കുന്ന വാക്കുകൾ സംസാരിക്കുന്നവരായി തീരണം. ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ യേശുവിനെ കൂടുതലായി അറിയുവാൻ, കർത്താവിനെ കൂടുതൽ മനസ്സിലാക്കുവാൻ ഒരു ആഗ്രഹം ഉണ്ടാകുന്ന നിലയിൽ നമ്മൾ സംസാരിക്കുന്നവരായി തീരണം. എപ്രകാരം അത് സാധിക്കും? അതിന് നമുക്ക് നല്ലൊരു ഹൃദയം ആവശ്യമാണ്. യേശുവിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: ഒരു മനുഷ്യനെ അശുദ്ധമാക്കുന്നത് പുറത്തുനിന്ന് അകത്തേക്ക് പോകുന്നതല്ല, അവൻ്റെ ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് എന്ത് വരുന്നു? ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ എപ്രകാരമുള്ള ജ്ഞാനമാണ് എന്നത് നാം ശ്രദ്ധിച്ചു നോക്കേണ്ടത് ആവശ്യമാണ്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമാണോ, അതോ ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായുള്ള ജ്ഞാനമാണോ? നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ ഇന്ന് എപ്രകാരമാണ്? നമ്മുടെ ആത്മമനുഷ്യൻ്റെ അവസ്ഥ എപ്രകാരമാണ്? എഫെസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫെസോസ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നമ്മൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അങ്ങനെ നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ ശക്തി, അകത്തെ മനുഷ്യൻ്റെ ബലം എപ്രകാരമാണോ അത്രയ്ക്ക് അനുഗ്രഹമായിരിക്കും, അത്രയ്ക്ക് പ്രയോജനമുള്ളതായിരിക്കും നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ ജ്ഞാനം എന്താണ്? അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ലഭ്യമാകും? ആ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അത് ഈ ഭൂമിയുടേതല്ല, മനുഷ്യരിൽ നിന്ന് ലഭ്യമാകുന്നതല്ല, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമാണ്, സ്വർഗത്തിൽ നിന്നുള്ള ജ്ഞാനമാണ്, പിതാവിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനമാണ്. അപ്പോൾ ഏതാണ് ഈ ജ്ഞാനം? കൊരിന്ത്യർ ലേഖനം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുവാൻ കഴിയുന്നുണ്ട്: കർത്താവായ യേശു ക്രിസ്തുവാണ് ആ ജ്ഞാനം എന്നത്. അങ്ങനെയെങ്കിൽ കർത്താവിനെ കൂടുതലായി അറിയുക, യേശു നമ്മുടെ ഉള്ളിൽ വളരുക എന്നത് മാത്രമാണ് ഈ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തെ പറ്റി, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്താൽ ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നത്. ആ അധ്യായം 3-ാമത്തെ യാക്കോബ് 3-ാം അധ്യായം നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ ജ്ഞാനം സമാധാനം നൽകുന്ന ജ്ഞാനമാണ്. ഈ ജ്ഞാനം മറ്റുള്ളവരെ കുറച്ച് കാണിക്കുന്നതല്ല, ഈ ജ്ഞാനം മറ്റുള്ളവരോട് നമുക്ക് ഏറ്റവും മധുരകരമായി
നമുക്ക് അവരോട് സംസാരിക്കുവാൻ കഴിയുന്നതാണ്. യേശുവിനെ പറ്റി പറയുവാൻ കഴിയുന്നതാണ്. മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ കഴിയുന്നവരാണ്. ശകാരത്തിന് പകരം ശകാരിക്കുന്നവരല്ല, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുന്നവരായി തീരാം. അങ്ങനെ നാവിനെ കടിഞ്ഞാനിട്ട് സൂക്ഷിക്കുവാനായി ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തെ പ്രാപിച്ച് അതിനനുസൃതമായി ജീവിക്കുക, ദൈവവചനം പഠിക്കുക, കർത്താവിനോട് കൂടെ ജീവിക്കുക, വചനത്തിന് വെളിപ്പാടുകളെ ലഭ്യമാക്കുക, പരിശുദ്ധാത്മാവിനാൽ ജീവിക്കുന്നവരായി തീരുക. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു തലമുറയെ കർത്താവിന് വേണ്ടി നമുക്ക് സ്വാധീനിക്കുവാൻ, ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ നമുക്ക് സാധിക്കും. അതിൽ ഒരു വാക്ക് ഇപ്രകാരം താൻ പറയുന്നുണ്ട്: ശക്തനായ സദ്ഗുണ പൂർത്തിയുള്ള ദൈവമകളാകുക, പുരുഷനായി തീരുക. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനായി നമ്മുടെ ഹൃദയത്തിൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തെ, കർത്താവായ യേശുക്രിസ്തുവിനെ ആഴമായി അറിഞ്ഞ് അവനോട് ചേർന്ന് നമുക്ക് ജീവിക്കാം. അതിനായി പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുക. ഗോഡ് ബ്ലസ് യു ഓൾ.